നമ്മളെന്തിന് സ്വലാത്ത് ചൊല്ലുന്നു? നമ്മുടെ മഹത്വം ഉയരാൻ വേണ്ടിയാണ്, നമുക്ക് പ്രതിഫലം വർദ്ധിക്കാൻ വേണ്ടിയാണ്. മലക്കുകൾ എന്തിന് സ്വലാത്ത് ചൊല്ലുന്നു? മലക്കുകളുടെ പവർ ഉയരാനാണ്, അവരുടെ സ്ഥാനം ഉയരാൻ വേണ്ടിയാണ്. പിന്നെ അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നവർക്ക് നമ്മുടെ സ്വലാത്ത് ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. നമ്മുടെ വിജയത്തിനാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എല്ലാ വിജയത്തിൻ്റെയും നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയം കൈവരിച്ചത് ഹബീബായ തങ്ങൾ മുഖേനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അവിടുന്ന് തന്നെ നമ്മോട് കൽപ്പിക്കപ്പെട്ട രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. കാരണം നിങ്ങളുടെ കർമ്മങ്ങൾ, ഉമ്മത്തിന്റെ കർമ്മങ്ങൾ, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, അവർ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങൾ അതെനിക്ക് വെളിവാക്കപ്പെടുന്ന ദിവസം വെള്ളിയാഴ്ച രാവാണ്. ആ വെള്ളിയാഴ്ച രാവിൽ എനിക്ക് അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട്, നിങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട്, നിങ്ങളുടെ സ്വലാത്താണ് എനിക്ക് കാണാൻ ആഗ്രഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആ വെള്ളിയാഴ്ച രാവിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി ഉണർത്തുന്നത് നോക്കൂ. ലോക മുഅ്മിനീങ്ങളെ വിളിച്ചുണർത്തുകയാണ് അല്ലാഹു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു നബി തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വമലായികതഹു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അവരും സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഓ സത്യവിശ്വാസികളെ, വരൂ സ്വലാത്തിന്റെ ഹൽഖകളിലേക്ക്, വരൂ സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക്. മുഅ്മിനീങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാൻ കഴിയൂ, സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ കഴിയൂ, അതിൽ പങ്കെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ.
അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികൾ, പുത്തൻവാദികൾ അവർ നിരന്തരം സ്വലാത്തിന്റെ മജ്ലിസുകളെ ആക്ഷേപിക്കുന്നത്, അവർ പരിഹസിക്കുന്നത്, അവർ പരിഹസിച്ച് പരിഹാസ്യരാവുകയെന്നല്ലാതെ നബി തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല. നബി തങ്ങളുടെ മഹത്വം കുറയൂല. നമ്മളെന്തിന് സ്വലാത്ത് ചൊല്ലുന്നു? നമ്മുടെ മഹത്വം ഉയരാൻ വേണ്ടിയാണ്, നമുക്ക് പ്രതിഫലം വർദ്ധിക്കാൻ വേണ്ടിയാണ്. മലക്കുകൾ എന്തിന് സ്വലാത്ത് ചൊല്ലുന്നു? മലക്കുകളുടെ പവർ ഉയരാനാണ്, അവരുടെ സ്ഥാനം ഉയരാൻ വേണ്ടിയാണ്. പിന്നെ അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നവർക്ക് നമ്മുടെ സ്വലാത്ത് ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. നമ്മുടെ വിജയത്തിനാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്തു ചൊല്ലുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. നബിയേ, എൻ്റെ സർവ സമയവും അങ്ങയുടെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയേ. ഈ ഹദീസിനെ മഹാന്മാർ വിശദീകരിക്കുന്നു. ഫർള് നിസ്കാരങ്ങൾ, ഫർളുകൾ നിർവഹിച്ചതിന് ശേഷമുള്ള സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ മുഴുവനും നബിയേ, ആ സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ ധാരാളമായി അങ്ങേക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ നബിയേ. നബി തങ്ങളോട് പറയാണ്, നബി തങ്ങളെ എൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കട്ടെ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. എത്ര വർദ്ധിപ്പിച്ചാലും അത് ഗുണകരമാണ് ഉബയ്യ് ഇബ്നു കഅബ്. നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ സുന്നത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിലെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചോട്ടെ നബിയേ. നബി തങ്ങൾ പറയുന്നു, മാ ശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. എത്ര വർദ്ധിപ്പിക്കുന്നോ അത് ഗുണകരം തന്നെ. മഹാനവറുകൾ വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ച് നബി തങ്ങൾ പറയുന്നു, ഫൈൻ സിത്ത ഖൈറുൽ ലക. എത്ര വർദ്ധിപ്പിച്ചാലും ഉബയ്യ് ഇബ്നു കഅബ് നിനക്കതൊരു ഗുണമാണ്, നിനക്ക് ഖൈറാണ്. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുന്നു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ. നബിയേ, ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും എൻ്റെ ഫർള് നിർവഹണത്തിന് ശേഷം ഞാൻ അങ്ങയുടെ സ്വലാത്തിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു നബിയേ. ഇതങ്ങ് കേട്ടപ്പോൾ ആരംഭപ്പൂവായ ലോകനേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദൻ തക്ഫാ ഹമ്മക വയഗ്ഫിറു ലക ദംബക വയഗ്ഫിറു ലക ദംബക. ഉബയ്യ് ഇബ്നു കഅബ്, അങ്ങനെയാണെങ്കിൽ ഇരുലോകത്തെയും നിന്റെ ടെൻഷനുകൾക്കത് പരിഹാരമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വിജയിക്കാനതു മതിയേ. പാപം പൊറുക്കാനും സ്വലാത്ത് കാരണമാണ്. പ്രതിസന്ധികൾ മാറാനും ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാനും സ്വലാത്ത് കാരണമാണ്. ഉബയ്യ് ഇബ്നു കഅബ് സന്തോഷം നബി തങ്ങൾ സുവിശേഷം അറിയിക്കുന്നു. അതുകൊണ്ടാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ ഹളറത്തിൽ ആര് എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും ഈ സാധുവായ ഞാൻ ഒരിക്കൽ ഉസ്താദ് അവറുകളോട് ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ, എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നാണ്. ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ സുൽത്താനുൽ ഉലമ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്ത് ചൊല്ലണേ എന്നാണ്. ഇക്കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ SSFന്റെ 50ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം. ഉസ്താദ് ആനന്ദിച്ച നിമിഷം, ഉസ്താദ് സന്തോഷിച്ച നിമിഷം, ഉസ്താദിന്റെ മക്കളോട് പറയാണ്, ഓ കുട്ടികളെ, നിങ്ങളെല്ലാ നിസ്കാരത്തിന് ശേഷവും 10 വീതം സ്വലാത്തു ചൊല്ലണേ. അത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നിങ്ങൾക്ക് ദുനിയാവ് വിജയിക്കാനും അത് മതിയേ, ആഖിറത്തിലെ വിജയത്തിനും അത് നിദാനമാണ്. സുൽത്താനുൽ ഉലമയെ സന്ദർശിക്കാൻ വരുന്നവരോട് അവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്തു ചൊല്ലണേ. എന്നിട്ട് അവിടുത്തെ നാവ് കൊണ്ട് തന്നെ ഒരു സ്വലാത്തങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ വിജയത്തിൻ്റെയും നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയം കൈവരിച്ചത് ഹബീബായ തങ്ങൾ മുഖേനയാണ്.